വി എസിൻ്റെ മരണം സ്വന്തം പാർട്ടിക്കകത്ത് തന്നെ ചിലർക്ക് അങ്കലാപ്പുണ്ടാക്കിയെന്ന വാർത്തകൾ വരുന്നുണ്ട്. ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ? മീര, ഇതിനകത്തെ ആ പറഞ്ഞ കാര്യം സത്യമാണ്. കാര്യം നമ്മൾ ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം തന്നെ നോക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം പോലും സംസ്ഥാന സമ്മേളനത്തിലെ ഒരു ഫ്ലെക്സിൽ ഈ പാർട്ടിക്കാർ വെച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു ഫ്ലെക്സിൽ പോലും അദ്ദേഹത്തിൻ്റെ പടം വെച്ചിട്ടില്ല അല്ലേ? പിന്നെ എന്തിന് ഈ കാണുന്ന ആർഭാടമൊക്കെ ഇവർ കാണിക്കണേ? ആരെ കാണിക്കാൻ ഇങ്ങനെ വി എസിൻ്റെ ബോഡിയുടെ കൂടെ ഇങ്ങനെ ഓരോരുത്തരും നിഴലായി വന്നൊക്കെ നിൽക്കുന്നത്? അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോൾ കൂടെയുണ്ട്. മേഴ്സിക്കുട്ടിയമ്മ ഉണ്ട്, കൂടെയുണ്ട്. പിന്നെ ഒരു വേള അദ്ദേഹത്തിന് ഒപ്പം നിന്നിരുന്ന, ഞാനിത് പറയുന്നത് അല്പം വികാരത്തോടെ ആണെങ്കിലും സാധാരണ പ്രേക്ഷകർ ക്ഷമിക്കുക. കാര്യം ഈ കാണുന്ന എല്ലാ ചേഷ്ടകളും, ഈ കാണുന്ന എല്ലാ അഭിനയങ്ങളും നേരിട്ട് കണ്ട എനിക്ക്, എൻ്റെ വയസ്സും എൻ്റെ ഇത്രയും നാളത്തെ പ്രവൃത്തിയും, ഞാനൊരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരാളാണ്. ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്തിനു പറയുന്നു? അദ്ദേഹം SUT കഴിഞ്ഞ കുറേ നാളുകളായി കിടക്കുമ്പോൾ അവിടെ ആരൊക്കെ വന്നു പോകുന്നു എന്നുള്ളത് ചാരക്കണ്ണോടെ നോക്കാൻ ഈ പറയുന്ന ചില മഹാന്മാരെ ആൾക്കാരെയൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അറിയോ? എൻ്റെ നാടാണ് തിരുവനന്തപുരം. SUT ആശുപത്രി പട്ടത്ത് എൻ്റെ എത്രയോ സുഹൃത്തുക്കൾ, ഞാൻ എറണാകുളത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നു, എൻ്റെ സുഹൃത്തുക്കളൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എടാ അവിടെ നിന്ന് പോകാൻ പറ്റണില്ലടാ, അവിടെയൊക്കെ നിന്ന് വല്ലയിടത്ത് നിന്നൊക്കെ നോക്കിയിരിക്കുക. ഇപ്പം ഈ ഇംഗ്ലോ വിളിച്ച് ചങ്ക് പൊട്ടി വിളിച്ച് അവന്മാരെയും നോട്ടടാ, ആ വിളിച്ച സഹാക്കളും നോട്ടടാ. ശേഷം ഇനി എന്തൊക്കെ പണികൾ അവർക്കെതിരെ വരുമെന്നുള്ളത്. എത്രയൊക്കെ കോർണർ ചെയ്യാൻ ശ്രമിച്ചിട്ടും ആ മനുഷ്യൻ്റെ ജനസമ്മതിയിൽ അന്തം വിട്ട് നിൽക്കുകയാണ് ഇവിടുത്തെ ബാക്കി വിഷമായിട്ടുള്ള നേതാക്കന്മാർ. വിഷം എന്നേ പറയുള്ളൂ ഇവരെയൊക്കെ. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. തദ്ദേശവും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുപ്പിച്ച് വരുന്ന സമയത്ത് ഈ ഒരു വി എസ് എന്നുള്ളൊരു തരംഗം, വി എസ് അനുഭാവ തരംഗം എന്നത് വർക്കൗട്ട് ആവുന്നൊരു കാര്യമാണോ? അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ത അങ്ങനെ മനസ്സിലിട്ടുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതെയൊക്കെ നിൽക്കുന്നത് ഓരോരുത്തർ. എവിടെ നടക്കാൻ? ഇത് വി എസിനോടുള്ള സ്നേഹമാണ്. അല്ലാതെ ഇനി ഒന്നുകൂടെ ഇവരെയൊക്കെ AC കാറിലും 15 പോലീസും 35 പോലീസും ഒക്കെ ആയിട്ടുള്ള പച്ച മലയാളത്തിൽ പട്ടി ഷോ എന്നും കാണാൻ ഇവിടുത്തെ ഒരു മനുഷ്യർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ക്യൂ നിന്ന് മഴ നനഞ്ഞ് ഒക്കെ ചെയ്യുന്നത് പാർട്ടിക്ക് അതീതമായിട്ട് വി എസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അത്ര കാര്യമായിട്ടാണ് ഓരോ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത്. അതങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നടക്കില്ല. അതൊരു പിണറായി പക്ഷത്തോട് ചായാൻ ഒരു സാധ്യതയില്ല. ഒരു ചരിത്രം നോക്കുന്ന സമയത്ത് വി എസിന് ഒരുപാട് ദ്രോഹിച്ച ഒരാളാണ് പിണറായി വിജയൻ. ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ കാണാം, വി എസിനെ വേദിയിൽ വരെ അവഹേളിച്ചു. അതെ, അങ്ങനത്തെ രീതികൾ. ഇപ്പം ചേട്ടൻ, നമ്മൾ ഇന്നലെയും പറഞ്ഞതാണ് കടലിലാണോ ബക്കറ്റിലാണോ ഓളം എന്നുള്ള കാര്യം. അതിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് കമൻറ്റ് വരുന്നത്. അതായത് രാഷ്ട്രീയത്തെ അങ്ങനെ നോക്കി കാണുന്നവരുമുണ്ട്, വി എസ് എന്നുള്ള വികാരത്തെ നോക്കി കാണുന്നതുണ്ട്. അപ്പം ഏറ്റവും കൂടുതലുള്ളത് വി എസ് എന്നുള്ള വികാരമാണ്. അതാണ് രണ്ടാമത്തതാണ്. അതെ, ആ വികാരത്തിനെയാണ് ഇപ്പോൾ ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ ചിലർ ഇത് ശ്രമിച്ചാൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന ജനങ്ങൾക്ക് അതൊക്കെ വ്യക്തമായിട്ട് അറിയാം. പഴയതുപോലെയൊന്നുമല്ല. ഇപ്പോൾ ബക്കറ്റിലെ വെള്ളത്തിനാണോ തിരയിളക്കം, കടലിലെ വെള്ളത്തിനാണോ തിരയിളക്കം? ആ പറയുന്ന വ്യക്തിയോട്, സാർ നിങ്ങളാണ് കടലിലെ വെള്ളത്തെ ബക്കറ്റിലോട്ട് മാറ്റിയത്, എന്നിട്ട് നിങ്ങളാണ് നിങ്ങളാണ് ഈ ബക്കറ്റിലെ വെള്ളത്തിന് തിരയിളക്കം ഉണ്ടെന്ന് വെച്ചാൽ. വി എസ് ഒരിക്കലും കടലെന്ന് പറയുന്ന വിരിമാറിന്ന് പോയിട്ടില്ല. വി എസ് എന്നും പാർട്ടിക്കാരൊപ്പമാണ് ഉണ്ടായിട്ടില്ല. വി എസ് എന്നും പാർട്ടി സഖാക്കൾ ഈ വന്നവർ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രമേശ് ചെന്നിത്തല ഹരിപ്പാട് ആ ബോഡിയുടെ അടുത്ത് വണ്ടിക്കകത്തോടെ കയറിയിരിക്കുന്നു. ഇപ്പൊ ഈ പറയുന്നവർക്ക് എല്ലാ ആഗ്രഹമുണ്ട്, മനസ്സുകൊണ്ട് ഇവരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഷാർപ്പും അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതി അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇപ്പോൾ സഭയിൽ കോഴമാണി ഈ പറഞ്ഞതൊക്കെ അവർ ഉള്ളുകൊണ്ട് ചിരിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ മൂരാച്ചികളൊക്കെ ചുറ്റും നിൽക്കുന്നതാണ് അവരടുക്കാത്തത്? CPM എന്ന് പറയുന്ന പാർട്ടിയെ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പിണറായി പക്ഷമെന്ന് പറഞ്ഞു, വി എസ് പക്ഷമെന്ന് പറഞ്ഞു. വി എസ് പക്ഷം എന്ന് പറഞ്ഞൊരു പക്ഷം ഉണ്ടാക്കിയതാണ്. നമ്മൾ ഓരോന്നിങ്ങനെ നോക്കുക. വി എസ് എന്ന് പറയുന്ന ആ വ്യക്തി ഈ പാർട്ടിയെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടി പ്രസ്ഥാനത്തെ കൂടെ നിർത്താൻ ശ്രമിച്ച ഒരാളാണ്. P. കൃഷ്ണപിള്ള പാർട്ടി അംഗത്വം കൊടുത്ത ഒരാളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തിലൊരു സ്പാർക്കുണ്ട്, ഒരു തീയുണ്ടെന്ന് P. കൃഷ്ണപിള്ളയെ പോലത്തെ ഒരാൾ കണ്ടുപിടിക്കുമ്പോൾ അത് ചില്ലറ കാര്യമല്ല. നമ്മളിങ്ങനെ ആ ഓരോ വശങ്ങളിങ്ങനെ അപഗ്രഹിച്ച് വരുമ്പോൾ വി എസ് എവിടെയെല്ലാം കയറി ഇറങ്ങി ഈ ആണികൾ MVR ഭയങ്കര ആരാധനയുള്ളവരുണ്ടായിരുന്നു. ഈ പാർട്ടി നെടുകെ പിടർന്ന് MVR പോകുമായിരുന്നു. അന്നും കൂടെ നിർത്തിയ ആളാണ്. എന്നിട്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ MVR പാർട്ടിക്കൊപ്പം പോയ ചില മഹാന്മാർ, ഞാൻ പേര് പറയുന്നില്ല, അവരൊക്കെ ഈ പറയുന്ന രീതിയിൽ വി എസ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ പിന്നെ ചാത്തുണ്ണി, CK ചാത്തുണ്ണിയെ പുറത്താക്കിയ കാര്യവും ഗോവിന്ദപിള്ളയെ പുറത്താക്കിയ കാര്യവും വി എസ് പുറത്താക്കിയ കാര്യമൊക്കെ ഒരു വലിയ തെറ്റുപോലെയൊക്കെ പറഞ്ഞു. ആ പറയുന്ന ഇവർക്കൊക്കെ എന്ത് യോഗ്യത? അദ്ദേഹം കണിശക്കാരനായ ഒരു പാർട്ടിക്കാരനായിരുന്നു, സംശയമില്ലാത്ത കാര്യം.
പിന്നെ വേറൊന്നുകൂടെ നമ്മളിവിടെ പറയേണ്ടി വരും. പിണറായി പക്ഷം എന്ന് പറയുന്നത് പിണറായി എന്ന് പറയുന്നു. പിണറായി ഒരു തരത്തിൽ VS എന്ന് പറയുന്ന ഒരു വടവൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയ ആളാണ്, ചില്ലറക്കാരനല്ല. നമ്മൾ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, പുറത്തിരുന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ആഭ്യന്തരം ഇല്ലാതെ ഭരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ. അത് മാത്രമല്ല മീര, അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് പാർട്ടിക്കകത്തുണ്ടായിരുന്നൊരു അപ്രമാദിത്വം ഭയങ്കരമായിരുന്നു VSന്. അതിനെ ഇങ്ങനെ ഓരോന്നോരോന്ന് വെട്ടി അരിഞ്ഞ് മൂലക്കിരുത്തിയില്ലേ. അത് ചില്ലറക്കാരെയാണെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരം ഇല്ലാത്ത ഒരു മന്ത്രി, അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കാൻ പോലും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പോയ ലിസ്റ്റിലില്ലായിരുന്നല്ലേ. അന്ന് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയ ഓർമ്മയുണ്ട്. തെരുവിൽ പ്രകടനം നടത്തിയത് കൊണ്ടോ ഗോ വിളിച്ചത് കൊണ്ടോ പാർട്ടി തീരുമാനമൊന്നും മാറാൻ പോകുന്നില്ല എന്ന് വെല്ലുവിളിച്ച ആളാണ്. പക്ഷെ ഇങ്ങനെ ഒതുക്കിയ ആള് തന്നെ പലയിടത്തും വോട്ട് ചോദിക്കാനൊക്കെ നടന്നൊരു കൊണ്ട് നിർത്തിയില്ലേ. എൻ്റെ ഓർമ്മ അവസാനം ഞങ്ങളുടെ നാട്ടിൽ VK പ്രശാന്ത്, പ്രശാന്തൊക്കെ നല്ല ഒരു കോമ്രേഡ്, ഫോട്ടോ സഹിതമാണ് വന്നത്, കൈപിടിച്ചിറങ്ങി പോകുന്നത്. അപ്പോ അങ്ങനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അനുഭവ തരംഗം ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിന്റെ കോൺഗ്രസ് അല്ല, പിന്നറയിലുണ്ട്. ഇത് പാർട്ടി കോൺഗ്രസ് അല്ല. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോഴും രാജീവ് ഗാന്ധി മരിച്ചപ്പോഴും വോട്ടാക്കി മാറ്റി കോൺഗ്രസ് അല്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയം ഒന്നും ഇനി ഇവിടെ. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് അങ്ങനെ വിജയിക്കാൻ കാരണം ഇങ്ങനെ അനുഭവ തരംഗം കോൺഗ്രസ് അങ്ങനെ പറയാൻ പറ്റുമോ? അതൊരു അങ്ങനെ ഒരു അനുഭവ തരംഗം CPM ഉണ്ടാക്കാൻ ശ്രമിച്ചാലും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിൽ, സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ഫ്ലെക്സിൽ, എന്തിന് സ്വന്തം നാട്ടിൽ ആലപ്പുഴ പാർട്ടി സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ ഇദ്ദേഹത്തിനെ അവഹേളിച്ച് വിട്ട കഥ ഓർമ്മയുണ്ടല്ലോ. പാവം മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോയിറങ്ങും, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ? എന്നിട്ട് വോട്ട് കിട്ടാൻ വേണ്ടി ഇനി VSൻ്റെ ഫോട്ടോയൊക്കെ വെച്ചോണ്ട് ഇറങ്ങാൻ നാണമില്ലേ ഇവന്മാർക്ക്? എന്താ നിങ്ങൾ വിചാരിക്കണത് വോട്ട് കിട്ടുമെന്നാ? ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ നടയിൽ നിന്ന് കണ്ണേ കരളയെന്ന് പറഞ്ഞ് ഈങ്കുലാവ് വിളിച്ചപ്പോഴത്തേക്ക് നിർത്താൻ പറഞ്ഞ് കണ്ണൂരിൽ നിന്ന് വന്നാൽ, ഞാൻ പേര് പറയണില്ല, അത്രയ്ക്ക് നമുക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവർക്ക് ഇനി എത്ര മൂടി കിട്ടാൻ വന്നാലും നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ രാത്രി 1 മണി 2 മണി 3 മണി ഈ നിന്ന ആൾക്കാർക്കൊക്കെ ഭ്രാന്തുണ്ടോ? ഒരിക്കലും ഇല്ല. അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ അവർ പറയുന്ന ചങ്കെന്ന് പറയുന്നില്ല, ഞങ്ങളുടെ കരളിലെ റോസാപ്പൂ എന്ന് പറയുന്നത് അവരുടെ കരളിലെ റോസാപ്പൂ തന്നെയാണ് അദ്ദേഹം. അതിന് ഇരട്ടച്ചങ്കൊന്നും വേണമെന്നില്ല. എന്തിന് ഇരട്ടച്ചങ്ക്? ഞാൻ പറയട്ടെ, മീര ഒരു എന്താ പറയുക, ഒരു കാര്യം എന്നോട് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ശ്രോതാവാണ് എനിക്ക് വേണ്ടത്. അത്തരത്തിൽ ശ്രോതാവായ എത്ര നേതാക്കൾ നമുക്കിന്നുണ്ട്. അവർക്ക് നേരമില്ല, അവരിങ്ങനെ പിടിപിടിപ്പിടിപ്പിൽ നിൽക്കുന്നത്. ആ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി, ഈ പറയുന്ന VS, നമുക്ക് എടുത്തു പറയാൻ എത്ര നേതാക്കളുണ്ട് നമ്മളെ ശ്രവിക്കുന്നവർ. ഒരു സുഹൃത്താണെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ശ്രവിക്കുന്ന സുഹൃത്താണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്. അതേപോലെയാണ് ഞാൻ പറയുന്നത്. അതേപോലൊരു നേതാവിനെ ഇനി കിട്ടത്തില്ല. ഇവർക്ക് ഇങ്ങനെ വിറയല, ഇവിടെ നിന്ന് അടുത്ത പോകണം, അടുത്ത അങ്ങ് പോകണം. ഇപ്പം പല നേതാക്കളും കോൺഗ്രസിലേക്ക് ചാടാൻ പോകുന്നെന്ന് പറയുന്നു, അവരിതാ മത്സരിക്കാൻ പോകുന്നു. അവരൊക്കെ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പാർട്ടി കൊണ്ട്. കഴിഞ്ഞ ദിവസം PS സാർ പറഞ്ഞതാണ്, ഐഷ പോറ്റിയൊക്കെ പോകണമെങ്കിൽ പോട്ടടോ. നമ്മളിവിടെ വരുന്ന നമ്മുടെ ഗസ്റ്റ് PS സാർ പറഞ്ഞ പോകണമെങ്കിൽ പോട്ടടോ, ശശി പോകണമെങ്കിൽ പോട്ടടോ. അവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പാർട്ടിയുടെ സെക്രട്ടറിയായി വന്നു തുടങ്ങിയ അന്ന് മുതൽ പാർട്ടിയെ കൊണ്ട് നേട്ടം ഉണ്ടാക്കാനാണ് നോക്കിയിട്ടുള്ളത്. എൻ്റെ പോക്കറ്റ് എങ്ങനെ വെറുപ്പിക്കാം, എനിക്കെന്ത് നേട്ടം ഉണ്ടാക്കാം. അതിനോടൊപ്പം പാർട്ടിയെയും സഹകരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും പിണറായി വിജയൻ അവിടെയാണ് കമ്മ്യൂണിസം പോകുന്നത്. കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആവാൻ ഭയങ്കര പാടാണ്. കമ്മ്യൂണിസ്റ്റ് ആവുക വലിയ പാടാണ്. സഖാവേ എന്ന വിളിക്ക് ഒരുപാട് അർത്ഥമുണ്ട്. നമ്മുടെ മണ്ണിൽ, നമ്മുടെ പരിസ്ഥിതിയിൽ സഖാവും വില പോവില്ല, പിന്നെ നമ്മുടെ മണ്ണിൽ കമ്മ്യൂണിസവും വില പോകില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ഈ കാലഘട്ടത്തിനനുസരിച്ച് സ്വാർത്ഥന്മാരാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര പേര് ഈ നാട്ടിലുണ്ട്? പോയില്ലേ എല്ലാവരും ഇവിടുന്ന്? കുട്ടികളെല്ലാം പോയി. അവർക്ക് സുഖലോലുപത്തിയല്ല പോയത്, അവർക്ക് അവരുടെ കരിയറാണ് വലുത്. അവർക്ക് ഈ വാർദ്ധക്യ കാലത്തെ 60 കഴിഞ്ഞ കുറേ പേരുടെ വാൾപ്പയറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് നേരമൊന്നുമില്ല. അവർ പോയി അവരുടെ ജീവിതം ഉണ്ടാക്കാൻ. പാവം എത്ര കുട്ടികൾ വേറെ സൈഡ് ജോലിയൊക്കെ ചെയ്ത് പഠിക്കണമെന്നറിയോ? എത്ര വീടുകളിലെ എത്ര പാവപ്പെട്ട കുട്ടികൾ. അതൊക്കെ ഈ നേതാക്കന്മാരായിട്ട് വരുത്തി വെച്ചതാണ്. അത് വിഷയം മാറിപ്പോകുന്നു. എന്നാലും ഞാൻ പറഞ്ഞു പോയതാ, അവരുടെ മക്കളെ അടുത്ത് കാണണമെന്ന് അച്ഛനമ്മയ്ക്ക് ആഗ്രഹമില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ കാണണം, നമ്മളൊപ്പം കാണണം, നമ്മുടെ കൺവെട്ടത്ത് കാണണം നമ്മൾ ആഗ്രഹിക്കില്ലേ? എത്രയോ അച്ഛനമ്മമാർ സ്വന്തം മക്കളെ അന്യ ദേശത്ത് വിട്ടിട്ട് ഇവിടെ ദൈവമേ എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു നടക്കുന്നുണ്ടെന്ന് പറയും. വിഷയം ഞാൻ മാറ്റി പോകുന്നതല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇന്നത്തെ ഈ രാഷ്ട്രീയ പരിസ്ഥിതിയാണ്. അപ്പോൾ ആ സ്ഥാനത്താണ് VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ മഹിമ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പോകുമ്പോൾ ഈ ചങ്ക് പൊട്ടി വിളിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഇൻസിഡൻ്റ് ഉണ്ട്. ഈ പറയുന്ന പോലെ ആലപ്പുഴ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ജോലി ചെയ്ത കൂലി കിട്ടാൻ വേണ്ടി, അതാണ് തുടക്കം.
അതാണ് തുടക്കം. ആ ജോലി ചെയ്ത് കൂലി കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ആദ്യം ഇറങ്ങിയത്. ഇന്ന് എത്ര വയസ്സായ അമ്മൂമ്മ വരെ കരയണമെന്നറിയോ? കണ്ടായിരുന്നോ? വീഡിയോ വ്യക്തിപരമായിട്ട് അവർക്കൊക്കെ അദ്ദേഹത്തിനെ കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. പെമ്പിള്ള ഒരുമയുടെ സമരത്തിന് പോയ രംഗം നമുക്ക് ഓർമ്മയുണ്ട്. അതെ, അത് തന്നെ ഇപ്പൊ പറയാൻ വന്നത്. നമുക്കിപ്പോൾ ആശാ വർക്കേഴ്സ് തെരുവില. ഇന്നലെ മീര ചെയ്ത ഒരു വാർത്ത, ആശാവർക്കർമാരെ സമരം. ഇദ്ദേഹം ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എഴിച്ച് നടക്കാൻ അല്പത്രാണി ഉണ്ടായിരുന്നെങ്കിൽ VS അവരെ സമരപ്പന്തലിൽ പോയേനെ. തെറ്റോ ശരിയോ? പോയേനെ. കാര്യം എന്താണെന്ന് വെച്ചാൽ മൂന്നാറിൽ പോയിരുന്നു, അന്ന് തീരുമാനം എടുത്തു. അതും ആ സമരം നീണ്ടു നിന്നത് 1 മാസത്തിനടുത്താ. ഓഗസ്റ്റിൽ തുടങ്ങി സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് ആ സമരം അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തി. ഇന്നിപ്പോൾ എത്ര മാസമായിട്ടാണ് ആ സമരം നീണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിതിൽ ഇത്രേ പറയാനുള്ളൂ. VS എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിന്, ആ ആശാവർക്കർമാരെ സമരത്തിൻ്റെ ഉദാഹരണം മാത്രമല്ല നമുക്ക് എടുത്തു പറയാനുള്ളത്, അല്ലേ? പെമ്പിള്ളെ ഒരുമയുടെയോ അല്ല പറയാനുള്ളത്. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി സമസ്യകൾ, അല്ലേ, നിരവധി ചോദ്യചിഹ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ VSന് കഴിഞ്ഞേനെ. അതിൽ കണ്ട അന്തം വിട്ട് നിൽക്കുവാണ് ഈ കണ്ട അസൂയാലുക്കളും മനസ്സിൽ വിഷമുള്ളവരും. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അത് വെച്ച് മുതലാക്കാമെന്ന് മനസ്സിൽ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അതൊക്കെ 10 മിനിറ്റ് ഒക്കെ ആയി. 9 മിനിറ്റ്.